ഒരു കോമാളി വന്നിട്ട് പിന്നെ ആള് പറഞ്ഞതാണ് തെറ്റ് എന്റേതാണ്, എന്റേത് മാത്രം. ഇപ്പോൾ ഗൈസ് നമ്മള് ചലഞ്ച് ഫൈറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മള് അവരുടെ ആ ഒരു ലൊക്കേഷനിലേക്ക് വെന്യൂവിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഫേസ് ഓഫ് ആണ്. അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ അത്യാവശ്യം മീഡിയാസ് എത്തിയിട്ടുണ്ട്. ഇവരെ ഒരുവിധ ആൾക്കാരും അവരെ അസോസിയേഷനും ഫെഡറേഷനും ആൾക്കാരൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ IR ലൈവ് സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഞാൻ ക്ലബിലേക്ക് കിടക്കാം. ഹായ്. ഇത് മക്കളെ മൊത്തത്തിൽ കത്തും. ഇത് കത്തും. ഇത് തൊപ്പിലേക്ക് വെല്ലുവിളിച്ച കാര്യാവൂല. ഇത് കത്തും. ഇല്ലെങ്കിൽ കത്തിച്ചു. എന്നെ തല്ലു വിളിക്കാൻ വേണ്ടി മനപ്പൂർവ്വം തല്ലുകൊള്ളണ നിൽക്കാണല്ലോ ആൾക്കല്ല. ഹലോ 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 ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗൈസ്. ഗുഡ് ഈവനിങ്. നമ്മുടെ മണവാളൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാല്ലേ? റെഡി അല്ലേ? യെസ്, റെഡി റെഡി. ഓന്റെ കോച്ച് റെഡിയാണ് പറഞ്ഞ പിന്നെ ഓർ റെഡിയാണ്. 3, 2, 1. Here we have Tantra Fight Series. Guys, നിങ്ങളുടെ ഫേസ് ഓഫിന് റെഡി അല്ലേ ഗൈസ്? എനിക്ക് തോന്നില്ല ഒരു എനർജി ഇല്ല കേട്ടോ. എനർജി ആവാം. Let me welcome to the stage. യൂട്യൂബിൽ നിന്ന് റിംഗിലേക്ക് ഇറങ്ങാൻ റെഡിയായ ഗോൾഡ് പ്ലേ ബട്ടൺ വാങ്ങിയിട്ട് ഇപ്പൊ ഗോൾഡ് ബെൽറ്റ് വാങ്ങാൻ റെഡി ആയിട്ടുള്ള ധൈര്യം കാണിച്ച Let me welcome guys കേരളത്തിലെ സ്വന്തം മണവാളൻ. Meet our opponent. എല്ലാവരും കാണുന്ന നിമിഷം the undisputed champion. യോദ്ധാക്കളിലെ മഹായോദ്ധാവ്. Our challenger. Let's welcome the Lord of the Ring, Mr. Sharat Kumar. Please, are you going to fight in the first round or do you want to play around with it? I'll definitely play around with it. I'll make you feel what it feels to enter into the ring. I admit that he has guts to enter the ring, but I'll make him feel the heat in the ring. I'll make him roam. I'll control the pace. കേട്ടല്ലോ, റിംഗിനകത്തേക്ക് വെള്ളം കുടിപ്പിക്കുന്ന പറഞ്ഞത്. ഓക്കെ, നോക്കാം, കണ്ടറിയാം. So face off. Yeah, let's get ready for the face off, guys. Mr. Manavan, you fight when you go into this fight. Do you want to break your opponent or do you want to break the internet? ശരിക്കും പറഞ്ഞാൽ ഞാനിതൊരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് വന്നിട്ടുള്ളൊരു മാച്ചാണ്. ഇതിൽ ഞാൻ വിൻസിയോ ലോസിയോ ഇതൊന്നും എനിക്കിപ്പോൾ പ്രിഡിക്റ്റ് ചെയ്യാനോ പറയാനോ പറ്റില്ല. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. അപ്പോൾ ഇതിൽ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ എനിക്കൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എനിക്കെല്ലാവരും സജസ്റ്റ് ചെയ്തതും ചെയ്യാനാണ് പറഞ്ഞത്. തോൽവി ജയം എന്നുള്ളതൊക്കെ പിന്നീടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എന്തായാലും മാക്സിമം എൻ്റെ ബെസ്റ്റ് ഞാൻ അവിടെ എന്ത് ചെയ്ത് മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ട്രെയിൻ ചെയ്തിട്ട് എൻ്റെ ബെസ്റ്റ് വേർഷനാണ് ഞാനിവിടെ എക്സ്പ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു. This is the way we have to go about it. Okay, so now let the stare begin. Let the stop begin. Guys, the face off. Guys, go. Face off. Ready? Okay. ഫേസ് ഓഫ് അല്ലേ?
തള്ളണ്. Come on. No sportsmanship here. Okay, okay. Come on. You can see in the ring. Okay? No more sportsmanship. റിങ്ങിൽ കാണിച്ചു കൊടുക്കാം. ഇത് റിങ്ങിൽ ഞാൻ കാണിച്ചു കൊടുത്തോളാം. I didn't understand that. Okay, okay. I will show you in the ring. Okay? Expecting that. Okay, okay, fine. Front pose. So, challenge accept ചെയ്തപ്പോൾ ആളുകൾ എന്തെങ്കിലും പറയാമോ? എനിക്ക് ഇന്നേരം ഒപ്പോണന്റിനെ ഞാൻ ചോദിച്ചിരുന്നു, ആരാണ് ഒപ്പോണന്റ് എന്ന് ഞാൻ ചോദിച്ചിരുന്നു. ഇപ്പൊ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തപ്പോൾ ഒപ്പോണന്റ് എന്റെ കാറ്റഗറിയിലുള്ള ഒരു ഒപ്പോണന്റിനെ തരുമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഇപ്പോഴാണ് ഇപ്പൊ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടി ഇന്ന് വന്നിട്ടുള്ളത്. ഇപ്പൊ സൈൻ ചെയ്യുമ്പോൾ ഇന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞു. ഇപ്പോഴാണ് ഞാൻ ഈ ഒപ്പോണന്റിനെ കാണുന്നത്. ഒപ്പോണന്റ് നല്ലൊരു ഒപ്പോണന്റ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇനി എന്തായാലും ഈ ഒപ്പോണന്റ് എന്തായാലും മറ്റേ ഇപ്പൊ കുറെ ലാസ്റ്റ് ഒരു ഫൈറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു പലരും എന്ത് ചെയ്ത് 150 റുപ്യ ബിരിയാണി കൊടുത്തിട്ട് എന്ത് ചെയ്ത് ഫൈറ്റിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പൊ ഈ ഒപ്പോണന്റിനെ കാണുമ്പോൾ തന്നെ ആളുടെ റെക്കോർഡ്സോ അല്ലെങ്കിൽ കരിയറോ ഇതെന്തൊന്നും എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ എനിക്ക് നല്ലൊരു ഒപ്പോണന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് തന്നെയാണ് എനിക്ക് വേണ്ടത്. എൻ്റെ ഒരു ബെസ്റ്റ് വേർഷൻ കാണിക്കാൻ പറ്റിയൊരു ഒപ്പോണന്റ് എനിക്ക് വേണം. അതിനാണ് എനിക്ക് ആവശ്യം. ഇപ്പൊ ഒരു നല്ല ഒപ്പോണന്റ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും എൻ്റെ മാക്സിമം ഞാൻ പരിശ്രമിക്കും, നല്ല രീതിക്ക് ട്രെയിൻ ചെയ്യും. എൻ്റെ മാക്സിമം ബെസ്റ്റ് ലെവലിൽ ഞാൻ എന്ത് ചെയ്ത് ജയിക്കു തോൽക്കുന്നതല്ല, എൻ്റെ മാക്സിമം ഞാൻ എന്ത് ചെയ്ത് ഞാനത് അവിടെ എന്ത് ചെയ്ത് എക്സ്പോസ് ചെയ്യും. താങ്ക് യു. That's it from Marwan and Sharan. We want to talk about it. I hope he trains better. He doesn't disappoint the crowd or me. That's it. How confident are you? I'm totally confident. I don't have any doubt on. I don't have any doubt on taking him down or knocking him out. I'm just trying to control the pace and take it to the third round and do whatever I want. The third round. So you are going to play. Yeah, I'm going to play because he looks and sounds like a new thing. I'll drag him to third round. That's the plan in my mind right now. I don't know how fight how it comes out. Do you think he is worth your Yeah, I never fought him in the ring. Let's see in the ring. Face worthy or not. Thank you, Sharan. So, challenge accept ചെയ്തപ്പോൾ ആളുകൾ നമ്മളതിൽ ഒപ്പം നമ്മളൊരു വാക്ക് പറഞ്ഞിരുന്നു 2.5 ലക്ഷം രൂപ അല്ലേ, 5 ലക്ഷം രൂപ നമ്മൾ പറഞ്ഞത്. പക്ഷേ ചെക്ക് ഓഫ് ചെയ്തിട്ടുണ്ടോ? ബാക്കി 2.5 ലക്ഷം രൂപ അതിനാണ് മണവാള പണിയെടുക്കേണ്ടത്. ഞാൻ ഇവിടെ വന്നിട്ട് ഈ 2.5 ലക്ഷം മേടിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി 2 ലക്ഷം മേടിക്കാനുള്ള പണി ഞാൻ എടുത്തിരിക്കും. That's the spirit. We are building a sport. We are building Muay Thai. So, see you on January 4th at TFS Tantra Fight Series. So, ബാക്കി അപ്ഡേറ്റ്സ് എല്ലാവരും നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ നമ്മളൊരു കോൺട്രാക്ട് സൈനിങ് ആയിരിക്കും ടു ബോത്ത് ഫൈറ്റേഴ്സ് ആൻഡ് നമ്മളുടെ ഈ പ്രോഗ്രാമിന്റെ കൂടെ തന്നെ കേരള സ്റ്റേറ്റ് മുay അസോസിയേഷൻ്റെ ഇനീഷ്യേറ്റീവ് ആയിട്ട് നമ്മൾ സെക്കൻഡ് ഇന്റർ സ്കൂൾ ആൻഡ് 11 യൂത്ത് ആൻഡ് എലൈറ്റ് amateur കേരള സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കൂടി നടക്കുന്നുണ്ടായിരുന്നു. സോ ജാനുവരി 3rd and 4th ആയിരിക്കും നമ്മുടെ ഹോൾ ഇവന്റ് നടക്കുക. അപ്പോൾ എവ്രി വൺ ആർ വെൽക്കം. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞാണ് സംഭവം ഇറക്കിയത്. അപ്പൊ സ്റ്റേറ്റ് പറയുമ്പോൾ നമ്മുടെ കേരളം ആണല്ലോ. അപ്പൊ എന്തുകൊണ്ട് പുറത്തുനിന്ന് ഇറക്കിയതാണ്
അല്ല, അതിന് നമ്മളിതൊരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് മണവാളിനുള്ളത് പ്രൊഫഷണൽ ഫൈറ്റ് ആയിരുന്നു. അതായത് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കടലിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ആയിട്ട് നടക്കുന്ന ഇവന്റ് അല്ല നമ്മൾ മണവാള ചെയ്തത്. ഇതൊരു സ്പെഷ്യൽ ഇവന്റ് ആണ്. ഓക്കെ, പ്രോ ഫൈറ്റ് ഒരു സ്പെഷ്യൽ ഇവന്റ് ആണ്. സോ അത് ആ ഒരു റെസ്പെക്റ്റീവിൽ തന്നെയാണ് നമുക്ക് മണവാള സ്പെഷ്യൽ ആയിട്ടൊരു ഇവന്റ് കാറ്റഗറൈസ് ചെയ്ത് മണവാള പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈം കൊടുത്ത് അത് നാളെ മറ്റന്നാളൊന്നുമില്ല, നമ്മൾ സമയം കൊടുത്തു. മണവാള് പോയിട്ടാണ് കളിക്കാൻ പോകുന്നത്. ലാസ്റ്റ് ടൈം മണവാള് കളിച്ചത്. ആ, അത് ഒരു കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു മുയ്ത്തായിയാണ് ഞാൻ കളിക്കാൻ പോകണമെന്നുള്ളത്. ഞാൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. ഇവര് ആദ്യമേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരം എന്ത് ചെയ്ത് ചലഞ്ച് അവരുടെ ഫൈറ്റിന് ഇറങ്ങണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു അഫ്സൽ ഷാ എന്ന് പറഞ്ഞ ആളെ പുള്ളിയുടെ ഫൈറ്റ് അക്സെപ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ പറഞ്ഞിരുന്നത് ഞാൻ പറഞ്ഞ സ്ഥലം ഞാൻ പറഞ്ഞ എന്ത് ചെയ്ത് ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവരുടെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ കൂടുതൽ ആളെ ഫോൺ ചെയ്തിട്ട് ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഏകദേശം ഒരു സൗത്ത് ഇന്ത്യൻ ലെവലിൽ നടക്കുന്ന ഒരു മത്സരമാണ്. ആ മത്സരത്തിന്റെ ഹൈലൈറ്റ്സ് ഫൈറ്റ് ആയിട്ട് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുയ്ത്തായി ഇവന്റ് ആണ് ഇവർ നടത്തുന്നത്. അപ്പോൾ മുയ്ത്തായി എന്നോട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അവർ ചലഞ്ച് ചെയ്ത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആസ് എ പാർട്ട് ഓഫ് അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ മുയ്ത്തായി ഫൈറ്റ് ചെയ്യാൻ എനിക്കൊരു എന്ത് ചെയ്ത് ഇപ്പോൾ മുയ്ത്തായി അതിൽ MMA ഞാൻ ഓൾറെഡി ഇതൊക്കെ ട്രെയിൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്ത് ഇപ്പോൾ MMA ഒരു ഭാഗം തന്നെയാണ് മുയ്ത്തായി എന്ന് പറഞ്ഞത്. മുയ്ത്തായിക്കായാലും ഫൈറ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷമാണ് അറിയണമെങ്കിൽ ഇപ്പോഴും ഞാൻ മുയ്ത്തായിക്ക് ഫൈറ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഇനി എന്ത് ചോദ്യം ചോദിച്ചാലും മറുപടി തരാനും ഞാൻ തയ്യാറാണ്. ആ, ചോദിക്കേ. എന്താ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? എന്ത് കാണിക്കാൻ പറഞ്ഞത് ഞാൻ? ആ, പറ. ഞാൻ എന്താ കാണിക്കാൻ പറഞ്ഞത്? പറ. അല്ല, എന്റെ ഫോൺ കാണിച്ചേ. അല്ല അല്ല, പറ. കാണിച്ചോ? അല്ല, കാണിക്കേ. ഞാൻ നിന്റെ വെയിറ്റിലേക്ക് വരാന്ന് പറഞ്ഞു. 80 വെയിറ്റില്ല, എന്റെ കാറ്റഗറിയിലേക്ക് വാ. ഞാൻ നിങ്ങളുടെ വെയിറ്റ് കാറ്റഗറിക്ക് വരേണ്ട ആവശ്യമില്ല. ഇതിപ്പോ റീച്ചിന് വേണ്ടി കാണിക്കാൻ എനിക്കറിയാം. റീച്ചിന് വേണ്ടി കാണിക്കാൻ എനിക്കറിയാം. റീച്ചിന് വേണ്ടി കാണിക്കുന്ന ഷോ എനിക്കറിയാം. റീച്ചിന് വേണ്ടി കാണിക്കുന്ന ഷോ എനിക്കൊക്കെ അറിയാം. നിങ്ങളുടെ കൂടെയുള്ള ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, മനസ്സിലായോ? ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ ഇവിടെ വാപ്പ വിളിച്ച് പറ. ഞാൻ പറഞ്ഞ കമന്റ് കാണിച്ചു. ആ കമന്റ് കാണിക്കും. അല്ലല്ല, ഒരു കാര്യം ആ കമന്റ് ഒന്ന് കാണിച്ചെന്നാ. അല്ലല്ല, ഒരു മിനിറ്റ് നിങ്ങൾ ആ കമന്റ് ഒന്ന് കാണിച്ചേ. ഞാൻ പറഞ്ഞ കമന്റ് നോക്കിക്കോ, ശ്രദ്ധിച്ചോ. നിങ്ങളെ ഫ്രണ്ട് പറഞ്ഞ പോലെ ഒരു മിനിറ്റ് പറയാണ്ട് ഞാൻ പറഞ്ഞ കമന്റ് ശ്രദ്ധിച്ചോ, വായിച്ചോ. ഞാൻ പറഞ്ഞ കമന്റ് ശ്രദ്ധിച്ചോ. അല്ലല്ല, കമന്റ് നിങ്ങളുടെ ഫ്രണ്ട് പറഞ്ഞ പോലെ ഒറ്റ എന്തൊക്കെ പറഞ്ഞാണ് എഴുതി കുറിച്ചിട്ടോ. അവിടെ അതിന് കറക്റ്റ് എഴുതിയിട്ടുണ്ട്, മനസ്സിലായോ? നിങ്ങളുടെ ഫ്രണ്ട് ഇവന്റെ ഒരു ഫ്രണ്ട് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. ഒറ്റ എന്തൊക്കെ പറഞ്ഞാണ് ഈ വെല്ലുവിളിക്കുന്നത്. അവൻ വീഡിയോ ഡിലീറ്റ് ചെയ്തു. ഞാൻ കാണിച്ചുതരാം. എന്റെ ലൈവ് കറ്റാക്കിയ ഇവിടെ എന്റെ വീഡിയോ ഫോൺ എവിടെ? എന്റെ ഫോൺ എവിടെ? സിജോ, എന്റെ ഫോൺ എവിടെ? എന്റെ ഫോൺ എവിടെ? ആ, കട്ട് ലൈവ് എന്റ് ചെയ്തോ. ഒരു മിനിറ്റ്. അല്ലല്ല, ഇതാ ഇങ്ങനെ ഏതെങ്കിലും ഒരു മിനിറ്റ് കാണിക്കണം. കാണിക്കണ്ട്. ഞാൻ കാണിച്ചതാ. നിങ്ങളെ ഫ്രണ്ട് മാപ്പ് പറഞ്ഞത്, നിങ്ങളെ വെല്ലുവിളിച്ചാള് മാപ്പ് പറഞ്ഞതാ. ഞാൻ കാണിച്ചതാ. ഇതാ ആളിട്ട കമന്റ്. ഇനി മാപ്പ് പറഞ്ഞതാ. ഇങ്ങോട്ട് കാണിച്ചതാ. ഞാന് വെറുതെ ഷോ ഇറക്കേണ്ട ആവശ്യം. എനിക്ക് റീച്ചിന് വേണ്ടി ഷോ ഇറക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഷോ ഇറക്കേണ്ട ആവശ്യമില്ല എനിക്ക്. ഇതാ ആളെ പുള്ളിക്കാരൻ വിളിച്ച ചലഞ്ച് വിളിച്ച ആള് മാപ്പ് പറഞ്ഞതാണ് കാണുന്നത്. ആളെ ചലഞ്ച് ചെയ്ത ആള് മാപ്പ് പറഞ്ഞത് ടെക്സ്റ്റാണ് കാണുന്നത്. ഇതാ സോറി, ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ നോക്കിയതാ. ക്ഷമിക്കൂ, തെറ്റ് എന്റെ ഭാഗത്ത് മാത്രം. ഇതാ ചാറ്റ് എപ്പോഴാണ് ഏതാ തെറ്റ്? ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തു. ചലഞ്ച് ചെയ്ത ആളുടെ ഒരു ഫ്രണ്ടാണ് ഒറ്റ എന്തൊക്കെ പറയാൻ ചലഞ്ച് ചെയ്യണം അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പൊ ഇതാണ് തെളിവാണ് ഞാൻ കാണിക്കുന്നത്. വെറുതെ ഇങ്ങനെ പറഞ്ഞില്ല, വെറുതെ സാധനം കാണിക്കുന്നത്. ആളുടെ ഫ്രണ്ട് അയച്ച ചാറ്റാണിത്, മനസ്സിലായോ? സോറി, ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു.
ഇതാ ക്ഷമിക്കുക, തെറ്റ് എന്റേത് മാത്രം. എന്ത് ചെയ്ത് ഇതുപോലെ എന്ത് ചെയ്ത് പലരും വന്നിട്ട് റീച്ചിന് വേണ്ടി പലതും ചെയ്യുന്നുണ്ട്. നമ്മളിത് എക്സ്പോസ് ചെയ്യുമ്പോൾ ഫുള്ള് തെളിവ് സഹിതം നമ്മൾ കാണിക്കും. ഇതാ നോക്ക്, ഇതാ ആളിതാ പറഞ്ഞിട്ടുണ്ട്. ഇത് വീഡിയോ ഇട്ടത് അത് എന്റെ വിവരക്കേട് തന്നെയാണ്. ആ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ മണ്ടത്തരാണ്. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു, സോറി. മനസ്സിലായ? ഇതുപോലെ പലരും ഒരു കട്ട് ഭാഗം മാത്രം എടുത്തിട്ട് വെറും ഷോക്ക് വേണ്ടിയിട്ട് എന്ത് റീച്ചിനും ഷോക്ക് വേണ്ടിയിട്ട് പലരും ചെയ്യുന്നു. ഇത് നമ്മൾ കാണിക്കുമ്പോൾ അവരെ ഭാഗത്തുള്ള സാധനം കേട്ടോ, സോറി നമ്മോട് ക്ഷമാപനം പറഞ്ഞിട്ടുള്ളതാണ് ഇത് കാണുന്നത്. ആ വീഡിയോ ഇട്ട ആള് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായ? അപ്പൊ ഇതുപോലെ നമ്മുടെ സ്ട്രീം കണ്ടിന്യൂ ചെയ്തറാ. ഇതുപോലെ ചിലരും എന്താ അവർക്കൊരു റെക്കഗ്നൈസേഷൻ കിട്ടുന്നില്ല. ഇപ്പൊ ഇവരുടെ പ്രശ്നം വെച്ചാല് ഇവർക്കൊരു റെക്കഗ്നൈസേഷൻ കിട്ടുന്നില്ല. റീച്ചിന് വേണ്ടി പോയി ഇതുപോലെ കുറച്ച് കാട്ടി വിടുന്നു. ഇതുപോലെ ഇവരുടെ പിന്നിലുണ്ടായ കാര്യങ്ങൾ നമ്മൾ എക്സ്പോസ് ചെയ്യുമ്പോൾ ഇവരെ വായ കൂടുന്നു. ഇത് ആൾക്ക് ഞാൻ ഡയറക്റ്റ് വിളിച്ചു ചോദിച്ചിരുന്നു. ചലഞ്ച് ആൾ എന്ത് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത ഒരാളാ. ചലഞ്ച് ചെയ്തപ്പോൾ എന്റെ വെയിറ്റ് കാറ്റഗറിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. എന്റെ വെയിറ്റ് കാറ്റഗറിക്ക് ഞാൻ വരാൻ പറഞ്ഞു. വെയിറ്റ് കാറ്റഗറിക്ക് വരാൻ പറ്റില്ല പറഞ്ഞു. ഇപ്പൊ ആളെ വെയിറ്റ് 110 കിലോ ഞാൻ ആക്കെന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ കഴപ്പിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ സപ്ലിമെന്റ്സ് എന്റെ ടൈം ഇതൊക്കെ എന്ത് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ആളുടെ ആവശ്യമാണ് എന്നെ ചലഞ്ച് ചെയ്യുന്നുള്ളത്. അപ്പൊ എന്റെ കാറ്റഗറിക്ക് ആള് വരണം. കണ്ടിന്യൂ ചെയ്യാം, നമുക്ക് വരെ കണ്ടിന്യൂ ചെയ്യാം. ഇതുപോലത്തെ കുറെ പേര് റീച്ചിന് Okay, so challenges നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒരു പ്രൊഫഷണൽസ് ഉണ്ടാവും, എല്ലാവരും ഒരു ബേസിക്. So it will be leading to any controversies or anything else. Do you think this way will be tough because it also controversies is going through this fight? It's better you get into grinding, bro. Okay, just one more question. Because so far we know he is one of the best fighters that we know, and you just say that he is just like a newbie to you. Why do you say like that? because he It's just my opinion. You think that is a pro. Out of fight, that's your opinion. From my perspective, the way I see this video on this fight, I consider that not a pro now. മണവാളുടെ ഫൈറ്റ് കണ്ടതിന് ശേഷം മണവാൾ പ്രോ അല്ല നൂബിയാണ്, ഇല്ലെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ തീർക്കാറില്ല, തേർഡ് റൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യും, തേർഡ് റൗണ്ടിൽ ഞാൻ ഫിനിഷ് ചെയ്യുന്നതാണ് പറഞ്ഞത്. നമുക്ക് ആക്രമിച്ചു. അപ്പൊ അതെന്താ പറയാനുള്ളത്? ഇപ്പോ ഞാന് ഇന്നേരം ഒരു ഫേസ് ഇങ്ങനെ ഒരു ഫേസ് ഓഫ് ഞാൻ എന്ത് ചെയ്ത് ഇപ്പൊ ഇവിടെ നിന്ന് അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ആള് പുഷ് ചെയ്തു. ഇപ്പൊ ആളെന്നെ എന്ത് ചെയ്ത് ഇപ്പൊ ആളുടെ ഗെയിം സ്ട്രാറ്റജി ആണോ അല്ലെങ്കിൽ ആൾ അഗ്രസീവ് ആയത് എന്നെ തളർത്താൻ വേണ്ടിയിട്ടാണോ എനിക്ക് ഇപ്പോഴും സ്റ്റിൽ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല. ആളിപ്പോ ഭയങ്കര അഗ്രസീവ് ആയിട്ടാണ് ഫേസ് ഓഫിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അത് ആളുടെ ചിലപ്പോൾ മേ ബി ആളുടെ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം, അല്ലെങ്കിൽ എന്നെ തളർത്താനായിരിക്കാം. പക്ഷെ ഇതുകൊണ്ടൊന്നും ഞാൻ അങ്ങനെ തളരോ ഇതൊന്നും ഇല്ലാന്ന് എനിക്ക് ആൾക്ക് ഒന്ന് വ്യക്തമായി ഇനി വെറുതെ ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല. അത് ഞാൻ എന്ത് ചെയ്ത് പ്രവർത്തിച്ച് കാണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ അടുത്ത് നമ്മള് കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പോവാണ്. So we'll start the contract. Okay. നമ്മൾ രണ്ടുപേര് ക്ഷമിച്ചിരുന്നു. അതിലൊരാൾക്കുള്ള കോൺട്രാക്ട് നമ്മളുള്ള കോൺട്രാക്ട് സിഗ്നേച്ചർ മാത്രമല്ല ബാക്കി നമുക്ക് ശരിയാണ്. ഡേറ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ എന്താ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോർമൽ ഫൈറ്റേഴ്സ് ഫൈറ്റേഴ്സ് നമ്മൾ ഇവിടെ സെൻഡ് ചെയ്യാം. പ്രൊമോട്ടർ ഞാൻ സെൻഡ് ചെയ്യാം. ഓക്കെ. So ഇതല്ലേ അങ്ങനെ സക്സസ്ഫുള്ളി കോൺട്രാക്ട് സൈൻ. so അതിന് ഒരു ചടങ്ങ് കൂടി ഉണ്ട്. എന്താ
So that's official. Okay. Official guys, the contract has been signed and the deal has been closed. All the best to both of our champions. All the very best. Last time. എനിക്കൊരു ചോദ്യം ചോദിക്കാണ്ട്. ഇപ്പോ ആളുടെ ഒരു പ്രൊഫൈൽ എന്താണ് സംഭവം നിലവിൽ? ആള് സ്റ്റേറ്റ് ചാമ്പ്യൻ ആണ് അല്ലെങ്കിൽ എന്താണ് ആളെ റെക്കോർഡ്സ് എന്താ? He's a pro fighter actually. അല്ല Yes. He's a pro level fighter. He has participated in multiple championships here and there also in this sport. And he has won Bangalore, Chennai. And multiple level fighting experience now. He is a professional level fighter. I would also like to tell you that നമ്മുടെ fight sponsoring ചെയ്യുന്നത് Sugar Pills എന്ന് പറഞ്ഞ ഒരു sponsor ആണ്. So big hand to Sugar Pills. He's the sponsor. 1 lakh rupees. For our congratulations. ഓക്കെ. മണവാളിന്റെ എല്ലാ പ്രോഗ്രാംസും ഞങ്ങൾ കാണാറുണ്ട്. അതുപോലെ ഒരു 3 കൊല്ലമായിട്ട് മണവാളിന്റെ അല്ല, എന്റെ അനിയനാണ്. അതുകൊണ്ട് എന്തായാലും മണവാളൻ ജയിക്കുന്നറിയാം. 1 ലക്ഷം രൂപ ഷുഗർ ഫിൽസ് സ്പോൺസർ ചെയ്യാണ്. പ്രാക്ടീസിനും അതേപോലെ ഗാർമെന്റ്സിനും എല്ലാത്തിനും വേണം 1 ലക്ഷം ഞങ്ങൾ ഷുഗർ ഫിൽസ് സ്പോൺസർ ചെയ്യാണ്. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു ഫോർ ഷുഗർ ഫീൽസ് ഫോർ സ്പോൺസർഷിപ്പ്. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ട് ഇന്ന് വരുമ്പോഴാണ് സർപ്രൈസ് ആയിട്ട് ഇവരൊരു എൻട്രി വന്നപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞത്. ഏത് ഫൈറ്റിന് ഞങ്ങൾക്ക് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ മുയ്ത്തായി ഫൈറ്റ് എന്ന ആളെന്നെ അന്വേഷിച്ച് പിടിച്ചിട്ട് ആൾ പറഞ്ഞത് തായ്ലാൻഡിൽ പോയിട്ട് നീ ട്രെയിൻ ചെയ്യുന്നതാണ് പറഞ്ഞത്. ആൾ വെച്ച ഒരു ഓഫറാണ് ഇങ്ങോട്ട്. എന്ത് ചെയ്ത് നീ തായ്ലാൻഡിൽ പോയിട്ട് ട്രെയിൻ ചെയ്തിട്ട് വാടാ, നീ എന്ത് ചെയ്ത് ജയിക്കണം എന്ന് കാണണം. ഇതുപോലെ എന്ത് ചെയ്ത് കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യാനുള്ളതാണ്. എന്ത് ചെയ്ത് കുറെ പേര് നെഗറ്റീവ് ആണ്, ഇന്ന ഇതുപോലെ എന്ത് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. താങ്ക് യു. 4-ാം തീയതി വിളിക്കാം നമുക്ക്. ഓൾ ദ ബെസ്റ്റ്. കഴിഞ്ഞല്ലേ അതിൻ്റെ പേരല്ലേ? ശരി, ഫൈറ്റ് കാണാം. ആ ശരി. അപ്പോൾ നമ്മുടെ ഫേസ് ഓഫും അതുപോലെ തന്നെ അതിൻ്റെ കോൺട്രാക്ട് സൈനിങ് കഴിഞ്ഞു, ഫേസ് ഓഫ് കഴിഞ്ഞു. അതുപോലെ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇപ്പോൾ ഒപ്പോണന്റിനെ ഞാൻ കണ്ടു. ഒപ്പോണന്റ് അത്രയും ചില്ലറക്കാരനല്ല. ആളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞ ആളെ ഏകദേശം സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് എല്ലാ ആള് നാഷണൽ ലെവലിൽ കളിച്ചൊരു പ്ലെയർ ആണ്. മൈക്കാണ്. അപ്പോൾ ആള് നാഷണൽ ലെവൽ മൾട്ടിപ്പിൾ ടൈംസ് ചാമ്പ്യൻഷിപ്പ്, അതായത് പ്രോ ഫൈറ്റ്സിൽ എന്ത് ചെയ്ത് വിൻ ചെയ്ത ഒരു ഒപ്പോണന്റ് തന്നെ ഒരു ടൈറ്റോ കോമ്പറ്റീഷൻ ആയിരിക്കും എന്ന് എനിക്ക് എന്ത് ചെയ്ത് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. നല്ലപോലെ ട്രെയിൻ ചെയ്യേണ്ടതുണ്ട്. ഞാൻ നല്ലപോലെ ട്രെയിൻ ചെയ്താലേ എനിക്ക് ഇത് എന്ത് ചെയ്ത് അധികം അടി കൊള്ളാണ്ട് എനിക്ക് എന്ത് ഇറങ്ങാൻ പറ്റുള്ളൂ. എൻ്റെ ജീവിതം എനിക്ക് എന്ത് ചെയ്ത് ഇതുപോലെ തന്നെ കാണുന്ന എനിക്ക് നല്ലപോലെ ട്രെയിൻ ചെയ്യണം. ഇല്ലെങ്കിൽ ഈ ചീരിയും കളിയൊന്നും ഉണ്ടാവില്ല. വ്യക്തബോധ്യം ഇപ്പോൾ മനസ്സിലായി. ഇപ്പം എന്തായാലും നല്ല പോലെ ട്രെയിൻ ചെയ്തിട്ട് ഞാൻ ഇറങ്ങും. പിന്നെ എനിക്ക് ഏറ്റവും ഇപ്പോൾ നന്ദി പറയാനുള്ളത് ഷുഗർ ഫിൽസിനോടാണ്. അപ്പോൾ ആളും എന്ത് ചെയ്ത് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ എനിക്ക് 1 ലക്ഷം രൂപ സ്പോൺസർഷിപ്പ് ആയിട്ട് വന്നു. ഒരു 2 ലക്ഷം രൂപ ഇവര് ഇപ്പോൾ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് വന്നെങ്കിലും അതിക്ക് ഫൈറ്റ് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. ഇത് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനിങ്ങിന് അതുപോലെ തന്നെ സപ്ലിമെന്റ്സ് പിന്നെ ഗാർമെന്റ്സ് ഒക്കെ മേടിച്ചോ. അത് ഇവിടെ വന്നപ്പോഴാണ് ആളൊരു ബൊക്കേറ്റ് വന്നിട്ടുണ്ട്. എന്ത് ചെയ്ത് ഇങ്ങനെ ഒരു സ്പോൺസർഷിപ്പ് തന്നിട്ട് വളരെ സന്തോഷമുണ്ട് ഇതിലൊക്കെ. അപ്പോൾ നമ്മുടെ ഈ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ജനുവരി 4-ാം തീയതി കാണാം. ഇപ്പോൾ ഗൈസ് വീഡിയോ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ ഇടയിൽ ഒരു കോമാളി വന്നിട്ട് എന്തൊക്കെയോ വിഡ്ഢിത്തരം വിളിച്ചു പറഞ്ഞല്ലോ. അപ്പോൾ ആളുടെ എന്താണ് ആള് പറഞ്ഞ് അതൊക്കെ ഒന്ന് വ്യക്തമായ ഒരു ക്ലാരിഫിക്കേഷൻ കൂടി ഞാൻ എന്ത് ചെയ്ത് തരാം. എന്തായാലും എൻ്റെ ഒരു ബാധ്യതയാണ്. എന്താ ആള് വായ തോന്നിയത് കോമാളിത്തരം വിളിച്ചു പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഒരു വ്യക്തത കൊടുക്കണല്ലോ. അപ്പോൾ തെളിവ് സായത് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇതാ ആളുടെ ഒരു ആളെ വിളിച്ച് സംസാരിച്ചു. ആളുടെ സഹോദരനാണെന്ന് പറഞ്ഞ ഷിയാസ് അൽസാജ് എന്ന് പറഞ്ഞിട്ട് ഒരാളും ഒരു താടി വെച്ചിട്ടുള്ള ആളും പിന്നെ ഒരു നിഷാ മാലിക് എന്ന് പറഞ്ഞിട്ട് ഒരാളും കൂടിയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്തതിൽ ആ വീഡിയോ ഇതാണ്. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഉള്ള ആ വീഡിയോ അവർ ഡിലീറ്റ് ആക്കി വെക്കണം. അപ്പോൾ ആ വീഡിയോയിൽ എന്ത് ചെയ്ത് ഒറ്റ തന്തക്ക് പറഞ്ഞവനാണെങ്കിൽ ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്താന്ന് പറഞ്ഞിരുന്നത്. സംഭവിക്കാതെ കേട്ടപ്പോൾ ഒരു ട്രിഗറായി. ഞാൻ നേരെ ആൾക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ സൈഡിൽ ഇടുന്നുണ്ട്. ഇതാ അപ്പോൾ ആളുടെ വീഡിയോൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം ഇട്ടിട്ടാണ് ഞാൻ സൈഡിൽ എൻ്റെ ആൾക്ക് മെസ്സേജ് അയച്ചത്. ചലഞ്ച് അക്സെപ്റ്റ് ആക്കി, ഞാൻ ഒറ്റ തന്തക്ക് പറഞ്ഞവനാണ്. ഞാൻ നിഷാ മാലിക്കിനോട് പറയാം
അവൻ ഒറ്റ തന്തക്ക് പറഞ്ഞവനാണെങ്കിൽ ചെങ്കീസ് ഖാൻ എത്തി എന്റെ കാറ്റഗറിയിൽ ഫൈറ്റിന് ഇറക്കാൻ ആ പറഞ്ഞു. അപ്പൊ ഓക്കെ ലൈക്ക് അടിച്ച് പോയാളെ. പിന്നെ ആള് പറഞ്ഞതാണ്, സോറി ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, വേദനിപ്പിച്ചതിൽ ക്ഷമിക്കുന്നു, തെറ്റ് എന്റേതാണ്, എന്റേത് മാത്രം. തെറ്റ് ആരുടെ ഭാഗത്ത്? ഈ ഇന്നത്തെ വന്ന കോമാളിയുടെ സഹോദരന്റെ അടുത്ത് വന്ന തെറ്റാണിത്. മനസ്സിലായ? ആളാണ് ഈ കോമാളി. ഇന്ന് വന്നിട്ട് എന്ത് ചെയ്തു? ഇന്നൊരു കോമാളി, എന്താണ് ഒരു കോമാളി ഇത് ആള് വന്നിട്ട് ആളുടെ സഹോദരന്റെ ഭാഗത്ത് വന്ന തെറ്റാണ്. ആൾ എന്ത് ചെയ്ത് ഒറ്റ തന്തൊക്കെ പറഞ്ഞാണ് ചലഞ്ച് ചെയ്തിട്ട് വീഡിയോ ഒരു റീച്ച് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എന്നിട്ട് അതിന്റെ പുറമെ ചെങ്കീസ് ഖാനും ഈ പറഞ്ഞ ചെങ്കീസ് ഖാൻ ഞാൻ വീഡിയോ കോൾ ചെയ്തിരുന്നു. അപ്പൊ ആളെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, നിങ്ങള് എന്റെ കാറ്റഗറിയിലേക്ക് ആയോ, ഞാൻ റെഡിയാണ് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു നടക്കൂല, എന്റെ കാറ്റഗറിയിലേക്ക് വരാൻ പറ്റില്ല. ഏത് അപ്പൊ ആൾക്ക് അതിന് പറ്റില്ല. അപ്പൊ ആള് പറയണ ഇന്നോട് വെയിറ്റ് കൂട്ടാനേ. ഞാൻ പറഞ്ഞു നിങ്ങളുടെ കഴപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്റെ സമയം കളയാനോ ഇല്ലെങ്കിൽ എനിക്ക് സപ്ലിമെന്റ്സ് എടുത്ത് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി അല്ല. ആൾക്കാണ് ആവശ്യം, ആൾക്ക് കുറച്ച് റീച്ച് വേണം. ആളെന്നെ എന്റെ മുബാറക്കിനോട് പറഞ്ഞിരുന്നത് ആൾക്ക് കുറച്ച് റീച്ച് ഫെയിം കിട്ടിയത് ഈ ഒരു വിഷയത്തിലാണ്. ഇതുവരെ ആ ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിച്ചറിഞ്ഞിരുന്നില്ല. ഏത് നമുക്കൊരു മണവാളിനെറ്റ് ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് ഇരുന്ന് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്ന് വരെ ആളിന്റെ ഫ്രണ്ടായ മുബാറക്കിനോട് ചോദിച്ചേക്കണ്. അപ്പൊ ആൾക്ക് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആള് പറഞ്ഞു അന്നാ ശരി കാര്യം ചെയ്യാം, ഞാൻ വേറെ പിള്ളേരെ ഞാൻ ഇറക്കിയിട്ട് എന്റെ വെയിറ്റ് കാറ്റഗറിയിൽ പിള്ളേരെ ഇട്ടാരാന്ന്. അപ്പൊ ഞാൻ അപ്പനെ ഞാൻ കൊടുത്തു. ഏത് ആളാണ് വെല്ലുവിളിച്ച് ഇന്നിട്ട് ഫൈറ്റിന് വേണം. ഞാൻ പറഞ്ഞു നിങ്ങളുടെ വെയിറ്റ് കാറ്റഗറിയിൽ ഞാൻ പുറത്ത് നല്ല മണി പോലത്തെ ഫൈറ്റർ ഞാൻ ഇറക്കിയിട്ടരാ, നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണോ ചോദിച്ചപ്പോ അതിനും ആള് തയ്യാറല്ല. ഇത് ഈ മറ്റേ ആളെ പേരില്ലേ അഫ്സൽച്ച ഇതുപോലെ തന്നെ ആയിരുന്നു. ഓണോണെങ്കിൽ വലിയ പാടാ. വെല്ലുവിളിച്ചപ്പോ അക്സെപ്റ്റ് ചെയ്തപ്പോ അവ ഓടി. ഇവനും അതെ എന്ത് ചെയ്ത് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് ഇവനും കണ്ട വഴി ഓടി. എന്റെ കാറ്റഗറി എന്റെ വെയിറ്റ് കാറ്റഗറിക്ക് വരാൻ നമ്മുടെ ഒരു ചലഞ്ച് ഫൈറ്റ് നടത്തുമ്പോൾ നമ്മുടെ സെയിം വെയിറ്റ് കാറ്റഗറി ഉള്ളവരാണ് ഫൈറ്റ് മത്സരം വെക്കുക. ഇപ്പൊ ഇയാൾക്ക് വെയിറ്റ് കുറക്കാനോ അതിനുള്ള സമയം എഫേർട്ട് എടുക്കാനോ ഇതിനും പറ്റില്ല. എന്നിട്ട് ഇയാൾക്ക് വെറുതെ കിടന്ന് കഴപ്പ് കാണിക്കുക, കോമാളിത്തരം കാണിക്കുക, റീച്ചിന് വേണ്ടി എന്തേലും ഒക്കെ വെറുതെ കിടന്ന് ഷോ. ഇന്ന് പവറാക്കാൻ നോക്കിയിട്ട് പറയായിട്ട് വെറും പാഴായിട്ട് പോയി ഇറങ്ങി അവിടെ നിന്ന് ഓടി. ആ ഒരു അവസ്ഥയായിരുന്നു ഇന്ന് ഉണ്ടായത്. ഇന്ന് അവിടെ വന്നിട്ട് ആകെ നാറി. ഞാൻ അപ്പൊ തന്നെ അവിടെ ഇരുന്നിട്ട് മീഡിയക്കാർ വരണ്ടായിരുന്നു. ഞാൻ ഇതാ ആളുടെ സഹോദരൻ പറഞ്ഞ തെളിവ് സഹിതമുള്ള സ്ക്രീൻഷോട്ട് ഇതാ, സോറി എന്നോട് തെറ്റ് ക്ഷമാപണ പറയണത്. ഏത് അവര് മിസ്റ്റേക്കാണ്, അവർക്ക് ബോധമുണ്ട്. ആളുടെ സഹോദരൻ ഉണ്ട് ഷിയാസ് അൽസാദ്, ആൾക്ക് കുറച്ച് ബോധമുണ്ട്, ആൾക്ക് കുറച്ച് ബുദ്ധി. ഞാൻ ഇയാൾക്ക് കുറച്ചെങ്കിലും വിവരം എന്തുണ്ടെന്ന് വിചാരിച്ചത് ഈ ചന്ദീസ് ഖാനിക്ക്. ഏത് ഇയാള് വെറും പാഴാണ്, ഇയാൾ വെറും കോമാളിയാണ്. ഇന്നത്തെ ഈ രീതിയിൽ അല്ലെങ്കിൽ ഒരു സാമാന്യ ഒരു ബോധമുള്ള ഒരാൾ ഒരിക്കലും എന്ത് ചെയ്ത് ഒരു പരിപാടിയുടെ ഇടയിൽ വന്നിട്ട് ഇത്രയും പൊട്ടത്തരം വിഡ്ഢിത്തരം കാണിക്കില്ല. ഏത് ഇത്രയും ഒരു പാഴാണ് ഈ ചങ്ങായി എന്ത് ചെയ്ത് ഇത്രയും ശരീരം മാത്രമുള്ള 5 പൈസ ബുദ്ധിയില്ല. അപ്പൊ ഇതാണ് സംഭവം ഉണ്ടായത്. ആളുടെ സഹോദരന്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്കാണ്. അത് അയാള് മനസ്സിലാക്കിയിട്ട് ആൾ എന്നോട് ക്ഷമാപണം പറഞ്ഞു. ഇനി ആള് പറഞ്ഞത് ഞാൻ തന്തക്ക് വിളിച്ചു എന്ന്, അതും ഞാൻ ഒരു കമന്റ് ഇട്ടിരുന്നു. ഞാൻ കമന്റ് ഇതാ സൈഡിൽ ഇട്ടിട്ടുണ്ട്. അതിൽ വായിച്ച് കറക്റ്റ് മനസ്സിലാവും. നിന്റെ കൂട്ടുകാരൻ പറഞ്ഞതുപോലെ ഒറ്റ തന്തക്ക് പറഞ്ഞവനാണെങ്കിൽ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുക, അല്ലാണ്ട് കൊണ അടിക്കാണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ എന്താ അറിയോ, ആളുടെ കൂട്ടുകാരനും സഹോദരനും പറഞ്ഞ ഒരു സംഭവം ഞാൻ അവിടെ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ. അവർക്ക് ആ തെറ്റ് അവർക്ക് മനസ്സിലായി, പക്ഷെ ഈ പൊട്ടന് മനസ്സിലായിട്ടില്ല. ഇവരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ടുണ്ട്. അവന്റെ കൂട്ടുകാരൻ പറഞ്ഞതുപോലെ ഒറ്റ തന്ത് പറഞ്ഞവനാണെങ്കിൽ ചലഞ്ച് അക്സെപ്റ്റ് എന്ന് പറഞ്ഞത്. ആ സെയിം സാധനം ഇപ്പൊ എനിക്ക് എന്താണ് അവരിങ്ങനെ പറഞ്ഞത്, സെയിം സാധനം തിരിച്ചെടുത്തു. കർമ്മ എന്ന് പറഞ്ഞുണ്ടല്ലോ, ആ സാധനം തിരിച്ചു കിട്ടിയപ്പോ ആൾക്ക് കോമാളിത്തരം ഇളകി വന്നു. ഇതാണ് സംഭവം ഉണ്ടായി. ഇതും കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ക്ലാരിഫിക്കേഷൻ തരേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇതുകൂടി ഉണ്ടായത്. അപ്പൊ ഗൈസ് നമ്മുടെ ജനുവരി 4 ഫൈറ്റിന് കാണാം. അതിന് ടിക്കറ്റ് ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെ എടുക്കണം, കാണാൻ വരേണ്ടത് വെന്യൂ സ്ഥലങ്ങളൊക്കെ ഞാൻ ഇനി നമ്മുടെ ഇൻസ്റ്റാഗ്രാമില് നമ്മുടെ സ്റ്റോറീസ് ഒക്കെ ചെക്ക് ചെയ്താൽ മതി. അതിന്റെ ഡീറ്റെയിൽസും എങ്ങനെ ടിക്കറ്റ് കിട്ടാം, എങ്ങനെ കാണാൻ വരാം, ലൊക്കേഷന് ഫർദർ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഇടുന്നതാണ്. ഓക്കെ ബൈ. ജനുവരി 4 ഫൈറ്റിന് കാണാം.